അല്ല, കണ്ണൂരിൽ കോർപ്പറേഷൻ്റെ വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കുതിരക്കച്ചവടം നടത്തി ഈ കണ്ണൂരിൻ്റെ തലസ്ഥാന നഗരിയെ ഒരർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ കളികളുടെ വേദിയാക്കിയവർക്ക് അതിഭീകരമായ തിരിച്ചടിയാണ് UDF ഇത്തവണ നൽകിയിട്ടുള്ളത്. UDF കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒരുമിച്ചുള്ള ഒരു കൂട്ടമായ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ഇന്ന് കേരളം ഭരിക്കുന്നവരുടെ ഒരു കേന്ദ്രമാണല്ലോ കണ്ണൂർ എന്ന് പറയുന്നത്, അവരുടെ ഒരു ആസ്ഥാന സ്ഥലമാണ്. അത് വളരെ മനോഹരമായി, വളരെ ഈസിയായി UDF തിരിച്ചെടുത്ത് പിടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് വിലയിരുത്തി വരുന്നതല്ലേ ഉള്ളൂ. സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള UDFൻ്റെ കാലങ്ങളിലുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയാൽ വളരെ ഗംഭീരമായ മുന്നേറ്റമാണ് ഓരോ സ്ഥലങ്ങളിലും. ഇപ്പം ഓരോ പ്രദേശങ്ങളിലുള്ളത് CPM കുത്തകയാക്കി വരുന്ന നിരവധി പഞ്ചായത്തുകൾ മറ്റിടങ്ങളിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന അവിശുദ്ധ സാധ്യതകൾ കൊണ്ട് ജയിച്ചു കയറി എന്നല്ലാതെ LDFന് അവകാശപ്പെടാൻ കഴിയുന്ന തിളക്കമുള്ള ഒരു വിജയവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളവട്ടണത്തെ വിജയം അങ്ങനെയല്ല, വളവട്ടണത്തിലെ വിജയം UDFൻ്റെ വിജയമാണ്. അതങ്ങനെ തന്നെ UDFൻ്റെ നേതാക്കന്മാർ സമ്മതം കൊടുത്തു നടത്തിയ ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ അത് UDFൻ്റെ വിജയമാണ്. അത് ലീഗിൻ്റെ മാത്രമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രം വിജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇടതുപക്ഷം നേടിയ വിജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വിജയം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി വന്നിവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും നേരിട്ട് നിർദ്ദേശം നൽകിയ ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷെ കണ്ണൂർ ജില്ലയിൽ വലിയ പരിക്കൊന്നും പറ്റാതെ UDF കടന്നു വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ നമ്മൾ റിട്ടേൺ ചെയ്തു. നഷ്ടപ്പെട്ടു പോയ 1-2-3 പഞ്ചായത്തുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെയൊക്കെ എടുക്കുമ്പോഴും ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, നിങ്ങൾ CPM വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുഴപ്പിലങ്ങാട് SDPIയുമായി തുറന്ന സഖ്യത്തിലാണ് CPM മത്സരിച്ചത്. അപ്പോൾ വർഗീയ കാഴ്ചപ്പാടുള്ളവരുമായി സന്ധി ചെയ്യുന്ന പ്രവർത്തന ശൈലിയിൽ അവർക്ക് വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗത്ത് CPMൻ്റെയൊക്കെ സംഘടനാ മിഷനറി, BJPയുടെ സംഘടനാ മിഷനറി കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമാണ്. സംഘടനാ മിഷനറിയുടെ മികവ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ഗുണകരമായിട്ടുണ്ട്. അങ്ങനെ ഒരു മികവ് അവകാശപ്പെടാൻ സാധിക്കുന്നൊരു സംഘടനാ മിഷനറി അല്ല കോൺഗ്രസിന്. പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പാർട്ടിയുടെ, ഞങ്ങൾ ആദ്യം നോക്കിയത്, ബാക്കി UDF പരിശോധിക്കേണ്ടതാണ്, പാർട്ടിയുടെ സ്വാധീന മേഖല തങ്ങൾ പറഞ്ഞതാണ്. സ്വാധീന മേഖല ഭദ്രമാണ്. മലപ്പുറം ജില്ലയിൽ, അതുപോലെ മലബാറിൽ മുഴുവൻ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, എല്ലാ UDFൻ്റെയും ലീഗിൻ്റെയും സ്വാധീന മേഖലകൾ മുഴുവൻ വളരെ ഭദ്രമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വിശദമായ റിപ്പോർട്ടിന് ശേഷം വിലയിരുത്തേണ്ടതാണ്. മറ്റ് കോൺഗ്രസും അതുപോലെ തന്നെ UDFും പരിശോധിക്കേണ്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലുണ്ട്. പക്ഷേ പാർട്ടിക്ക് വളരെ നല്ല ഒരു റിസൾട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. മലപ്പുറം ജില്ല വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡും വയനാടും UDFന് കിട്ടിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ കിട്ടിയിരിക്കുന്നു. കോഴിക്കോടാണെങ്കിൽ രാമനാട്ടുകര, ഫറോക്ക്, അതുപോലെ കൊടുവള്ളി, ആ മേഖലകൾ മുഴുവൻ എല്ലാം UDF ജയിച്ചിരിക്കുന്നു.